ഹലോ. അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ഡേ ആണ്. സാരി ഞാൻ ആദ്യമേ പ്രീ ഡ്രൈപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ പാർലറിൽ പോയിട്ട് സാരി ഉടുപ്പിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പരീക്ഷിക്കാൻ നിന്നില്ല ഇന്ന്. അപ്പോഴേക്കും ലേറ്റായി. ഞാൻ വേഗം അവളുടെ വീട്ടിലേക്ക് പോയി. അവിടെ അനുഗ്രഹം വാങ്ങൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനെത്തുമ്പോൾ ഇത്തിരി ലേറ്റായിരുന്നു. അങ്ങനെ ഞാനും പോയിട്ട് അനുഗ്രഹമൊക്കെ കൊടുത്താട്ടോ. അതെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എടുത്ത വീഡിയോ ആണിത്. പിന്നെ കല്യാണം അവളുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങണം നമുക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അനുഗ്രഹം വാങ്ങൽ ചടങ്ങൊക്കെ ഏകദേശം നടന്ന് പിന്നെ ഫോട്ടോഗ്രാഫേഴ്സായിട്ട് ഫുൾ തിരക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടിപ്പോയിട്ട് 2 വിശേഷമൊക്കെ പറഞ്ഞ് 2 ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോഴേക്കും ചെറുക്കൻ വീട്ടുകാരെത്തി. ഇത് കണ്ണൂർ നടക്കണ കല്യാണമാണ് കേട്ടോ. അപ്പോൾ കണ്ണൂരത്തെ കല്യാണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. വീട്ടിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി ദുബായിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പോയി ഫ്രണ്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മൊമെൻറ്റിൽ ചടങ്ങൊക്കെ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് അവളിങ്ങനെ സുന്ദരിയായിട്ട് കാണുമ്പോൾ അത് അവൾ ആഗ്രഹിച്ച ആളുടെ കൂടെ കല്യാണം നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു മൊമെൻ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ആ സമയത്ത് ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്ക് തന്നെ അറിയണ്ടായില്ല. ഇതൊക്കെ ഞാൻ കണ്ട് ആസ്വദിച്ചോന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട് സ്വാതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ എത്തിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും എനിക്ക് ആ സമയത്ത് മിസ് ചെയ്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും പല സ്ഥലത്തായതുകൊണ്ട് പലർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് അവർക്ക് അപ്പം തന്നെ ഇറങ്ങണം, എറണാകുളത്ത് എത്തണം. അപ്പോൾ അവളുടെ അമ്മയും എല്ലാവരും നല്ല വിഷമത്തിലായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഡേ ആണല്ലേ. നല്ല ഹാപ്പി ആയിരിക്കും, എന്നാൽ സെയിം സമയത്ത് പോവുകയാണല്ലോ എന്നുള്ള നല്ല വിഷമവും ഉണ്ടാകും. അതിൻ്റെ ഇടയ്ക്ക് ഞാനും നിത്യയുടെ മോള് സിയയും കൂടി ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായി. അവൾ ഇച്ചിരി കരച്ചിലായിരുന്നു. അപ്പോഴേക്കും അവർ ഇറങ്ങായിട്ടോ. ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ ചാച്ചയൊക്കെ പറഞ്ഞ് അവളുടെ സിസ്റ്ററിനൊക്കെ ആകെ വിഷമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ കാറിൻ്റെ അടുത്ത് നിന്ന് ചെന്നിട്ട് ഇച്ചിരി അവളോട് സംസാരിച്ചു എഗെയിൻ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ടാറ്റ പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യൂട്ട് കപ്പിൾസിന് നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് വ്ലോഗ് നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ ബൈ.